25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കേന്ദ്ര സർക്കാരിന്റെയും തൊഴിൽ വകുപ്പിന്റെയും അംഗീകാരമുള്ള 2 വർഷ കാലയളവിൽ NCVT കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സിവിൽ ഡ്രാഫ്റ്റ്മാൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ തുടങ്ങിയ ട്രെയിനിങ്ങുകളിലേക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ലഭിക്കാനും ഏറെ ഉപകാരപ്രദമായ NCVT സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കാം. എല്ലാ കോഴ്സുകളിലേക്കും പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും. അഭ്യസ്ത വിദ്യരായ ആയിരക്കണക്കിന് പരിശീലകരെ നാടിന് സമ്മാനിച്ച കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം പഴയന്നൂർ. ഫോൺ 9447373741 9400095147. തൊഴിൽ മേഖലയിലേക്ക് ചുവടുവെക്കുന്ന സാങ്കേതിക വിദ്യാർത്ഥികൾക്കായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITIയിൽ സംഘടിപ്പിച്ച ക്യാമ്പസ് ഇന്റർവ്യൂ അഭിമാനകരമായ നിമിഷമായി. നിരവധി വിദ്യാർത്ഥികൾക്ക് ഐസർ കമ്പനിയിലേക്ക് നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തു. പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITIയിൽ നടന്ന ക്യാമ്പസ് ഇന്റർവ്യൂവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രെയിനികൾക്ക് എയ്സർ കമ്പനിയിൽ നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തു. എയ്സർ കമ്പനി വൈസ് പ്രസിഡന്റ് HR PM സെന്തിൽകുമാർ, HR ഗോപിക എന്നിവർ കോളേജിലെത്തി ട്രെയിനികൾക്ക് നിയമനത്തിന്റെ വിശദാംശങ്ങൾ പകർന്നു നൽകി. എല്ലാവരുടെയും SLC ബുക്ക് കൊടുത്തുകൊടുക്കുന്നതാണ്. നിങ്ങൾ എഗ്രിമെന്റ് ഇപ്പം തന്നെ ഒപ്പിട്ട് കൊടുക്കണം. നിങ്ങൾ കൊണ്ടുവരിക്കുന്ന ഡോക്യുമെന്റ്സ് അവർ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കൊണ്ടുപോകും. ബാക്കിയുള്ളത് പോകത്തക്ക രീതിയിൽ നിങ്ങൾക്ക് അടുത്ത തിങ്കളാഴ്ച ജോയിൻ ചെയ്യത്തക്ക സംവിധാനത്തിലാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത തിങ്കളാഴ്ച ഇനിയൊരു 5 ദിവസം കൂടെ ഉണ്ട്. അടുത്ത തിങ്കളാഴ്ച പോയാൽ മതി. ഞായറാഴ്ച വൈകിട്ട് ഇവിടുന്ന് പോയാൽ മതി. തിങ്കളാഴ്ച അവിടെ ചെന്നാൽ ജോയിൻ ചെയ്യാം. അങ്ങനെയുള്ള സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പോകുന്നവർ അവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ പരസ്പരം യോജിച്ചും നമുക്ക് വേണം എന്നുള്ള ഒരു ആവശ്യത്തോടും കൂടി വേണം പോകാൻ. നമ്മുടെ ഒരു ജീവിത മാർഗത്തിന് വേണ്ടിയാണ് ഇത്. ITI പഠിച്ചതിന് അതിനുവേണ്ടിയാണ് പഠിക്കുന്നത്. ITI പഠിച്ച് സ്വന്തമായിട്ട് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ആ ജോലിക്ക് ഭംഗിയായിട്ട് ചെയ്യുക. 2 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് 1 വർഷം കഴിഞ്ഞാൽ കിട്ടും. 2 വർഷം 3 വർഷം അവിടെ ജോലി ചെയ്യാം. നിങ്ങൾക്ക് എത്ര നാളുകൾ അവിടെ ജോലി ചെയ്യാം, ഒരു പ്രശ്നമില്ല. വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക ജീവിതത്തിലേക്കുള്ള വഴികാട്ടിയായ ഈ ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഇമ്മാനുവൽ അധ്യക്ഷത വഹിച്ചു. ട്രെയിനികളുടെ ഈ വലിയ നേട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ രക്ഷാകർത്താക്കളും കോളേജ് അധികൃതരും സന്നിഹിതരായിരുന്നു. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ കല്ലേപ്പാടം കോളേജിന്റെ ഇടപെടലുകൾക്കുള്ള അംഗീകാരം കൂടിയായി ഈ പ്ലേസ്മെന്റ് ചടങ്ങ് മാറി. ഹെവി വെഹിക്കിളാണ്. ഹെവി വെഹിക്കിൾ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പണി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഇവരടുത്ത് വന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഇവിടെ പണിയെടുക്കണ പോലത്തെ ആ ഒരു ഇതായിരിക്കില്ല. കമ്പനിയിലോട്ട് വരുമ്പോൾ നിങ്ങളിവിടെ പഠിച്ച കാര്യം എല്ലാം കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിനേക്കാളും കുറേ ഉണ്ട്. നിങ്ങൾ കമ്പനിയിലോട്ട് വരുമ്പോഴേ അതിനെക്കുറിച്ചൊക്കെ അറിയുള്ളൂ. പിന്നെ ഇവിടെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കും. എൻ്റെ ഫ്രണ്ട് വന്നില്ല അതുകൊണ്ട് ഞാൻ ലീവ് എടുക്കണു, ആ ഒരു കോൺസെപ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ അത് ചെയ്യരുത്. അറ്റൻഡൻസ് മെയിനായിട്ട് നിങ്ങൾ നോക്കണം. നിങ്ങൾ അറ്റൻഡൻസ് ഇട്ടാലേ പഞ്ച് ഔട്ട് ചെയ്താലേ നിങ്ങൾക്ക് സാലറി വീഴുള്ളൂ. പഞ്ച് ഔട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി വീഴില്ല. പിന്നെ ഫ്രണ്ട്സ് വന്നില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാലറി കൂടെ ആയിരിക്കും ചേർന്ന് പോവുക. നിന്ന് 1 വർഷം കഴിഞ്ഞിട്ട് വേറെ എവിടെ പോകുമ്പോൾ നിങ്ങൾ പിന്നെയും ഫ്രഷറായിട്ടാണ് പോവുക. ഈ 1 വർഷം നിന്നതിനൊരു വിലയില്ലാത്ത പോലെയാവും. അപ്പോൾ മാക്സിമം നിൽക്കാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് സാലറിയിൽ SIയും PFും കവർ ചെയ്യും. അത് ഫസ്റ്റ് ഡേ തൊട്ട് നിങ്ങൾക്ക് കവറാവും. അത് വേണ്ടാന്ന് പറയരുത്. കാരണം ESI വന്നിട്ട് മെഡിക്കൽ സ്കീമാണ്. അതായത് പാരൻസിനും നിങ്ങൾക്കും എന്തെങ്കിലും മെഡിക്കൽ എന്താ പറയുക അസുഖം വന്ന് എന്തെങ്കിലും നോക്കണമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാം. പ്ലസ് അതുപോലെ തന്നെ നിങ്ങൾ മെഡിക്കൽ ലീവിലാണെങ്കിൽ നിങ്ങൾക്ക് സാലറി അതിൽ നിന്ന് വരും. അതുപോലെ തന്നെ PF നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു സേവിങ്സ് പോലെയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു 6 മാസം ഒരു കമ്പനിയിൽ നിന്ന് കഴിഞ്ഞാൽ 7ാമത്തെ മാസം നിങ്ങൾക്ക് എന്താ പറയുക 6000 റുപ്പീസ് വരും. അതായത് മാസം 1000 രൂപ PF നിങ്ങൾക്ക് വരും. ന്യൂസ് ഡെസ്ക് CCV.